നമസ്കാരം. ഒരു ബൈക്കിന് ഒരു തലമുറയെ തന്നെ ഇളക്കി മറിക്കാൻ കഴിയുമോ? 20-ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ നിരത്തുകളിൽ ആ ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉണ്ടായിരുന്നുള്ളൂ. അത് യമഹ RX100 ആയിരുന്നു. വെറുമൊരു മോട്ടോർ സൈക്കിൾ ആയിരുന്നില്ല അത്. അതൊരു വികാരമായിരുന്നു, ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു, ഒരു ഇതിഹാസമായിരുന്നു. ആ കാലത്ത് ക്യാമ്പസുകളുടെ ലഹരിയായിരുന്നു യമഹ RX100. 80-90കളുടെ ആവേശം. യമഹയുടെ ഏറ്റവും ജനപ്രീതിയാർജിച്ച ബൈക്ക്. ഇരമ്പിയാർക്കുന്ന ആ ശബ്ദവും പൊട്ടിത്തെറച്ചുള്ള കുതിപ്പും ബൈക്ക് പ്രേമികളുടെ മനസ്സിൽ അണയാതെ കിടപ്പുണ്ട് ഈ ഓർമ്മകൾ. യൗവനത്തിന്റെ തുടിപ്പാണ് നിരത്തിലൂടെ ഓടുന്ന ഓരോ RX100ഉം. എങ്ങനെയാണ് ഈ കുഞ്ഞൻ ബൈക്ക് ഇത്രയും വലിയൊരു തരംഗമായി മാറിയത്? RD350ന്റെ മോശം വിൽപ്പനയെ തുടർന്ന് യമഹയ്ക്ക് ഒരു പുതിയ ബൈക്ക് വിപണിയിൽ അവതരിപ്പിക്കേണ്ടതായി വന്നു. സുസുക്കിയുടെ AX100ന്റെ സമീപകാല വിജയം ഇന്ത്യയിൽ ചെറിയ ശേഷിയുള്ള മോട്ടോർ ബൈക്കുകളുടെ സാധ്യതകൾ പ്രകടമാക്കി. ഇതോടെ 1985ലാണ് യമഹയും എസ്കോർട്സ് ലിമിറ്റഡും ചേർന്ന് RX100നെ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിക്കുന്നത്. ഭാരം കുറഞ്ഞ ബോഡിയും ഉയർന്ന പവർ ഔട്ട്പുട്ടും ഉപയോഗിച്ച് ബൈക്കിന്റെ പവർ വെയ്റ്റ് അനുപാതം ഇതിനെ ഇതുവരെ നിർമ്മിച്ചതിൽ വച്ച് ഏറ്റവും മികച്ച 100cc ബൈക്കാക്കി മാറ്റി. അന്ന് വിപണിയിലുണ്ടായിരുന്ന മറ്റു ബൈക്കുകളെക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നു ഇതിന്റെ ഡിസൈൻ. ലളിതവും എന്നാൽ അഗ്രസീവുമായ രൂപകൽപ്പന യുവാക്കളെ ആകർഷിച്ചു. പക്ഷേ RX100ന്റെ യഥാർത്ഥ മാജിക് അതിന്റെ രൂപത്തിലായിരുന്നില്ല, അതിന്റെ എഞ്ചിനിലായിരുന്നു. വെറും 98cc 2 സ്ട്രോക്ക് എഞ്ചിൻ, പക്ഷേ ആ എഞ്ചിന്റെ കരുത്ത് ആരെയും അമ്പരിപ്പിക്കുന്നതായിരുന്നു. 11 bhp കരുത്തും 10.39 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഈ കുഞ്ഞൻ എഞ്ചിൻ വെറും 7.5 സെക്കൻഡിൽ 0 മുതൽ 60 കിലോമീറ്റർ വേഗത കൈവരിച്ചു. അന്നത്തെ 100cc ബൈക്കുകളെ അപേക്ഷിച്ച് ഇത് റെക്കോർഡ് വേഗതയായിരുന്നു. ബൈക്ക് റേസർമാർക്കും സ്റ്റണ്ട് ചെയ്യുന്നവർക്കും RX100 അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനായി മാറി. RX100ന്റെ മറ്റൊരു സവിശേഷത അല്ലെങ്കിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ എക്സ്ഹോസ്റ്റ് സൗണ്ട് ആയിരുന്നു. അതൊരു പ്രത്യേക താളത്തിലുള്ള ശബ്ദമായിരുന്നു. ഒരു RX100 നിങ്ങളുടെ അടുത്തുകൂടെ പോകുമ്പോൾ ആ ശബ്ദം കേൾക്കാത്തവർ ആരുമുണ്ടാകില്ല. അതൊരു സിഗ്നേച്ചർ സൗണ്ട് ആയിരുന്നു. സിനിമകളിലും മറ്റ് ഈ ബൈക്ക് ഒരു ഹീറോ പരിവേഷത്തിൽ എത്തിയതോടെ ഇതിന്റെ പ്രശസ്തി കുതിച്ചുയർന്നു. എന്നാൽ ആ യാത്രയ്ക്ക് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല. 1990കളുടെ അവസാനത്തിൽ പരിസ്ഥിതി മലിനീകരണം ഒരു വലിയ പ്രശ്നമായി മാറിയതോടെ കർശനമായ മലിനീകരണ നിയന്ത്രണങ്ങൾ നിലവിൽ വന്നു. 2 സ്ട്രോക്ക് എഞ്ചിനുകൾ പുറത്തുവിടുന്ന കാർബൺ മലിനീകരണം കാരണം 1996ൽ യമഹ RX100ന്റെ ഉൽപാദനം നിർത്തി. ഇന്ന് RX100 വെറുമൊരു പഴയ ബൈക്കല്ല, അതൊരു ഓർമ്മയാണ്, ഒരു നൊസ്റ്റാൾജിയാണ്, ഒരു ക്ലാസിക് വാഹനമാണ്. അതിന്റെ വേഗതയും ശബ്ദവും സ്റ്റൈലും ഇന്നും ഒരു തലമുറയുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു. RX100 യാത്ര നിർത്തിയിട്ടുണ്ടാകാം, പക്ഷേ അതിന്റെ ലെഗസി അവസാനിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ TV.